ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ? അത് നമ്മുടെ വിലപ്പെട്ട സൗഹൃദങ്ങളാണ്. എല്ലാ സൗഹൃദങ്ങൾക്കും അതൊരു നിത്യതയുടെ വില നൽകാൻ പറ്റില്ല. നമ്മുടെ ദുരിതങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും നമ്മളോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ചില സൗഹൃദങ്ങളുണ്ടാകും. അത്തരം സൗഹൃദങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം, സുഭാഷ് എന്ന ആ സുഹൃത്ത് കൊക്കയിലേക്ക് വീണു പോകുമ്പോൾ ബാക്കി എല്ലാ സുഹൃത്തുക്കളും അവൻ്റെ വേദനയിലും ദുരിതങ്ങളിലും അവൻ്റെ തിരിച്ചുവരവുകളിലും കാത്തിരിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ നമ്മളതിൽ കണ്ടു. ആ കുട്ടേട്ട എന്നുള്ളൊരു വിളി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ പതിച്ചൊരു വിളിയാണ്. അങ്ങനെയൊരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നോക്കിയേ, നമുക്കൊക്കെ ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൂട്ടുകാരികളിൽ നമ്മുടെ വേദനകളിലും നമ്മളുടെ ഒരു പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഒരു ദുരന്തങ്ങളിലും നമ്മൾ ആരെയാണ് ആദ്യം വിളിക്കുക? നമ്മളൊക്കെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നമുക്കൊരു കൈത്താങ്ങാകാൻ സാധിക്കുമെന്ന് കരുതുന്ന സൗഹൃദങ്ങൾ നമുക്കുണ്ടോ? പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖങ്ങളിലൊക്കെ നമ്മൾ പറയാതെ തന്നെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന സൗഹൃദങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കിയാൽ സുവിശേഷത്തിൽ നിന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ഈ ഒരു ഉറപ്പ് വലിയൊരു ഉറപ്പ് തന്നെയാണ് ഈശോയിൽ. സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ, നല്ല കൂട്ടായ്മകളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരാവില്ലേ? അത്തരമൊരു സൗഹൃദം സൃഷ്ടിക്കാനായിട്ട്, സുഹൃത്ത് ബന്ധം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകമായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട്. നമ്മുടെ വേദനകളിലും സങ്കടങ്ങളിലൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഈശോ, കുരിശിൽ കിടക്കുന്ന ഈശോ ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവമാണ് അവനുണ്ടായത്. കൂടെ ഉണ്ടായിരുന്നവരൊന്നും അവൻ്റെ പക്കലേക്ക്, അവൻ്റെ ദുരിതത്തിലേക്ക് ചേർന്ന് നിൽക്കാത്തവരായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളിലും വേദനകളിലും ഒക്കെ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വലിയൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. അവൻ നമ്മളെ ഇട്ടേച്ചു പോകാത്ത, നമുക്ക് ശക്തി നൽകുന്ന വലിയൊരു ഉറപ്പ് ഈശോ നൽകുന്നുണ്ട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നല്ല സൗഹൃദങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ, നമ്മുടെ ദുരിതങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന, സന്തോഷങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയങ്ങളിൽ മാത്രമല്ല, പരാജയങ്ങളിലും ദുരിതങ്ങളിലും നമ്മോട് ചേർന്ന് നിൽക്കുന്ന നല്ല സൗഹൃദങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ, സൗഹൃദം സമ്പത്താണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആത്മീയ ജീവിതത്തിൻ്റെ കരുത്താകുന്ന സൗഹൃദങ്ങളെ സൃഷ്ടിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. പലപ്പോഴും ഭൗതികമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുന്നുണ്ടാകാം, കൂട്ടായ്മകളുണ്ടാകാം, സൗഹൃദങ്ങളുണ്ടാകാം. നമ്മുടെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന സൗഹൃദങ്ങൾ അത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.